الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് മുസ്ലിങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകളെ, തർക്കങ്ങളെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കാൻ കൂട്ടാക്കാതിരുന്നാൽ, അഥവാ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ആ വിഷയത്തിൽ വിധി സ്വീകരിക്കാതിരുന്നാൽ അത്തരം ആളുകൾക്ക് സംഭവിക്കുന്ന അപകടത്തെപ്പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചത്. വഴിപിഴച്ചു പോയ എല്ലാ ജനങ്ങളിലുമുണ്ടായ സ്വഭാവമായിരുന്നു അത്. ഒരു വിഷയത്തിൽ അതിൻ്റെ വിധി പഠിക്കാൻ, മനസ്സിലാക്കാൻ അല്ലാഹുവിലേക്ക് വരിക, തആലൗമാ അൻസലല്ലാഹ്, അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് വരിക, റസൂലിലേക്ക് വരിക എന്നവരെ വിളിച്ചാൽ അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് അഹ്ലി കിതാബിനുണ്ടായിരുന്നു, മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു, മുനാഫിക്കുകൾക്കുണ്ടായിരുന്നു,
അക്രമികളായ ജനതകൾക്കുണ്ടായിരുന്നു. അള്ളാഹുവിലേക്കും റസൂലിലേക്കും വന്ന് പ്രമാണങ്ങളിൽ നിന്ന് തങ്ങൾക്കിടയിലുള്ള തർക്കത്തിൽ, അഭിപ്രായ ഭിന്നതയിൽ ഒരു വിധി തീരുമാനിക്കാൻ കൂട്ടാക്കുമായിരുന്നില്ല. പല രൂപത്തിലുള്ള തടസ്സങ്ങൾ അവർ പറഞ്ഞ്, ഞങ്ങളുടെ കാരണവന്മാർ പഠിപ്പിച്ചത് മതി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഈ വിഷയത്തെ മടക്കണ്ട, ഞങ്ങൾ ശീലിച്ചതും പാലിച്ചതുമായിട്ടുള്ള രീതി മതി, ഞങ്ങൾക്ക് മുൻപ് അവതരിച്ച ഗ്രന്ഥങ്ങളിലൂടെ ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മതി, പിന്നെ ഒന്ന് വേണ്ട, ഞങ്ങളുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഞങ്ങളെ പഠിപ്പിച്ചത് മതി, അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഒരു ചർച്ചയെ, തർക്കത്തെ, അഭിപ്രായ ഭിന്നതയെ മടക്കാതെ അതിൽ ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന അപകടത്തെ പറ്റിയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി വിശ്വാസികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ഖുർആൻ അത് വിശദീകരിച്ചു. അള്ളാഹുവും റസൂലും പറഞ്ഞു, പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലായിരിക്കണം സത്യവിശ്വാസികളുടെ നിലപാട്? സൂറത്തു നിസാഇന്റെ 162 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ലാകിനിർ റാസിഖൂന ഫിൽ ഇൽമ്, ലാകിൻ എന്നാൽ അർ-റാസിഖൂന ഫിൽ ഇൽമി മിൻഹും, അവരിൽ നിന്ന് അറിവിൽ അടിയുറച്ച ആളുകൾ അവരോട് പറയും, അവരുടെ പ്രത്യേകത എന്താ? വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായിട്ടുള്ള അറിവിൽ അടിയുറച്ചിട്ടുള്ള ആളുകൾ അവരുടെ നിലപാട് യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, അവര് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. പിന്നെയോ വമാ ഉൻസില മിൻ ഖബ്ലിക, താങ്കൾക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ടത് എന്തൊക്കെയുണ്ടോ വഹയ്യായിട്ട് ഈ ഭൂമിയിലേക്ക് എത്തിയതെന്തുണ്ടോ അത് മുഴുവൻ അവർ വിശ്വസിക്കും. അവരുടെ ഈമാനെ അവർ രൂപപ്പെടുത്തുക വഹയിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കും. ഒരു തടസ്സം അവർക്കുണ്ടാവില്ല, ഒരു അഭിപ്രായ ഭിന്നതയും അവർക്കുണ്ടാവില്ല. അവരാണ് അർ-റാസിഖൂന ഫിൽ ഇൽമ് എന്നുള്ള പറഞ്ഞത്, അറിവിൽ അടിയുറച്ച ആളുകൾ, നല്ല ദൃഢബോധ്യമുള്ള അറിവിന്റെ ഉടമകൾ. അവരുടെ പ്രത്യേകതയാണ് അള്ളാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു എന്ന് കേട്ടാ മതി, അത് അവർ അംഗീകരിക്കും, ഈമാനോടെ അതിനെ സ്വീകരിക്കും. അതാണ് അവരുടെ ഒന്നാമത്തെ പ്രത്യേകത. വിശ്വസിച്ചിരിക്കും. ആയത്ത് അവരെ പഠിപ്പിച്ചാൽ മതി, ഹദീസുകൾ അവരെ പഠിപ്പിച്ചാൽ മതി, അവരത് വിശ്വസിച്ചിരിക്കും, തർക്കിക്കാൻ പോകില്ല, അതിൽ സംശയിക്കില്ല. ഖുർആൻ സംസാരിച്ചാൽ മതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ സനദോടെ അവരുടെ മുമ്പിലേക്ക് സംസാരിച്ചാൽ മതി, അവരത് സ്വീകരിക്കും. പിന്നെ അതുമ്മ കയറിയിട്ട് അത് പിന്നെ നമ്മുടെ സമൂഹത്തിന് യോജിച്ചതാണോ, നവോത്ഥാന ചിന്തകൾക്ക് യോജിച്ചതാണോ, ശാസ്ത്രീയമായ യുഗത്തിൽ സംസാരിക്കാൻ പാടുള്ളതാണോ, യുക്തിവിചാരത്തിന്റെ പിന്നെ അളവുകോലുകൾ വെച്ച് അളന്നാൽ അതിനെന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇതൊന്നും വിശ്വാസിനെ സംബന്ധിച്ച് അവന്റെ പ്രശ്നമേ അല്ല. മറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ, അവൻ വിശ്വസിച്ചിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പഠിപ്പിച്ചതായിട്ട് ഖുർആനിൽ നിന്ന് അവനക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റിയിട്ട് യുക്തിവാദപരമായ സംസാരമില്ല. അങ്ങനെയാണ് വിശ്വാസികൾ വേണ്ടത്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ യുക്തിക്ക് തൃപ്തിപ്പെട്ടത് എന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വിശ്വസിച്ചുള്ളൂ, നിന്റെ യുക്തിക്ക് തൃപ്തിപ്പെടാത്തത് എന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തള്ളിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. മനുഷ്യന്റെ യുക്തി എന്നത് തന്നെ പരിമിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് എങ്ങനെയാണ്? അവൻ സംസാരിക്കുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നവനാണ്. നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചം മാത്രല്ല, മറിച്ച് സകല പ്രപഞ്ചങ്ങളുടെയും രക്ഷിതാവാണ് അവൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയുമല്ലോ. സർവലോകങ്ങൾ, ആലമീൻ, നമുക്കറിയാത്ത ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്. നമ്മളെ ഈ പ്രപഞ്ചം മാത്രല്ല, പല പ്രപഞ്ചങ്ങളുണ്ട്.
നമുക്കറിയാത്ത ആലമു ഷഹാദയിൽ തന്നെ ഇനിയോ ആലമുൽ ഗൈബിലെ പ്രപഞ്ച സംവിധാനങ്ങളുണ്ട്. ആലമുൽ ഗൈബിലെ അദൃശ്യ ലോകത്തെ പ്രപഞ്ച സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്ന പടച്ചോനൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആകപ്പാടെ ആലമു ഷഹാദയിലെ ദൃശ്യപ്രപഞ്ചത്തിലെ ഒരു 5% പോലും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ തലച്ചോറുള്ള ഒരു മനുഷ്യൻ നിന്നിട്ട് പറയാണ്, എനിക്ക് പടച്ചോൻ പറയുന്ന പലതും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഖുർആനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ഖുർആനിലെ ഹദീസിലുള്ളത്. യുക്തിവാദപരമായി ചിന്തിച്ചാൽ ആരാണ് നമ്മോട് യുക്തിവാദപരമായി ചിന്തിക്കാൻ പറഞ്ഞത്? ആരാണ് സയൻസിനെ മാനദണ്ഡമാക്കിയിട്ട്, സയൻസിന്റെ ചിന്തകളെ മാനദണ്ഡമാക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കാവൂ എന്ന് പഠിപ്പിച്ചത് ആരാ? അല്ലാഹു റസൂലാ. നിങ്ങൾ ആലോചിക്കുക, എന്താ സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ? സയൻസ് എന്ന് പറഞ്ഞാൽ ഈ മാറ്ററിനെ പറ്റി പഠിക്കാനുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് സയൻസിന് വല്ലതും സംസാരിക്കാൻ പറ്റുമോ? ഈ മാറ്ററിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും സംസാരിക്കാൻ സയൻസിന് പറ്റുമോ? അള്ളാഹ് സംസാരിക്കണതോ ഈ ദൃശ്യപ്രപഞ്ചത്തിലെ മാറ്ററിനെ പറ്റിയിട്ട് മാത്രമല്ല, അതിന്റെ അപ്പുറത്തെ കാര്യങ്ങളും അള്ളാഹു സംസാരിക്കുന്നു. അതിനെ പറ്റിയിട്ട് അളക്കാനെടുക്കുന്നതാണ് ഈ ദൃശ്യപ്രപഞ്ചത്തിലെ മാറ്ററിനെ പറ്റി പഠിക്കാനുള്ള, പദാർത്ഥ ലോകത്തെ പറ്റി പഠിക്കാനുള്ള ഒരു നോളജിനെടുത്തിട്ടാണ്, അത് വെച്ചിട്ടാണ് ഖുർആൻ സുന്നത്ത് അളക്കുന്നത്. അത് വെച്ചിട്ടാണ് ഖുർആൻ സുന്നത്ത് അളക്കുന്നത്. ചെങ്കടൽ പിളർന്നത് എങ്ങനെ അളക്കാണ്? സയൻസ് വെച്ചിട്ട്. നിങ്ങൾ ആലോചിക്കുക, സയൻസ് തൊടാൻ സയൻസിനെ കൊണ്ട് തൊടിക്കാൻ പാടുള്ള ഏരിയ ആണോ അത്? അതിനെപ്പറ്റി സംസാരിക്കാൻ സയൻസിന് സാധ്യമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് നിങ്ങൾ ആലോചിക്കുക, യുക്തിവാദപരമായിട്ട് സയൻസിന്റെ അടിത്തറയിൽ ബുദ്ധിപരമായി സമീപിക്കൂ ഞാൻ മതത്തെ എന്ന് വിചാരിച്ചാൽ അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടന്നു വരാം. റസൂൽ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ഒട്ടകം കരയുന്നു. നിങ്ങൾ ആലോചിക്കുക, ഒരു ഒട്ടകം കരയുന്നു. റസൂലുള്ള ഒട്ടകത്തിന്റെ അടുത്ത് ചെന്നപ്പോ ഒട്ടകം നബിയോട് ആവലാതി പറഞ്ഞു, അതിന്റെ ദുഃഖം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ആരുടേതാണ് ഈ ഒട്ടകം എന്ന് ചോദിച്ചു. ഉടമസ്ഥൻ വന്നപ്പോ റസൂലുള്ള അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ ഒട്ടകത്തിന് ഭക്ഷണം കാര്യമായിട്ട് കൊടുക്കാറില്ല, ധാരാളം പണി, അതിന് കഴിയാത്ത വിധത്തിൽ ഭാരം അതിനെ കൊണ്ട് നിങ്ങൾ വഹിപ്പിക്കാറുണ്ടല്ലേ? അപ്പൊ ഉടമസ്ഥൻ പറഞ്ഞു, അതേ റസൂലേ, എന്നാൽ അത് എന്നോട് സങ്കടം പറഞ്ഞിരിക്കുകയാണ്. നീ അതിനോട് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റി സങ്കടം പറഞ്ഞിരിക്കാം. അതുകൊണ്ട് അള്ളാനെ നീ സൂക്ഷിച്ചു കൊള്ളുക. ആ ഒട്ടകത്തെ അള്ളാഹുവാണ് നിനക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നത്. അതുകൊണ്ട് പടച്ചോനെ സൂക്ഷിക്കണം. മൃഗമായാൽ പോലും അതിനോട് ചെയ്യേണ്ട മര്യാദ ഞാൻ പുലർത്തണം. നിങ്ങൾ ആലോചിക്കുക, ഇത് യുക്തിപരമായിട്ട് സ്വീകാര്യയുഗമാണോ? ഒരു ഒട്ടകത്തിന് ദുഃഖം ഉണ്ടാവോ? അതിന് ചിന്ത ഉണ്ടാവോ? അതിന് തലച്ചോറുണ്ടോ? ഉടമസ്ഥൻ കാണിക്കുന്ന അനീതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല. യുക്തിപരമായി നമുക്ക് ആകെ അറിയുന്നത് എന്താ? തലച്ചോറ്, ആ പദാർത്ഥത്തെ പറ്റിയിട്ട് സയൻസിന് അറിയുന്ന ചില കാര്യം. അതിലൂടെയാണോ നമ്മൾ ഈ ഹദീസിനെ പഠിക്കേണ്ടത്? ഈ ഹദീസിനെ പറ്റി നമുക്ക് ഒന്നേ അറിയണ്ടു, സനദ് സ്വഹീഹാണോ, നിവേദന പരമ്പര സ്വഹീഹാണോ? ലാകിൻ الراسخون في العلم منهم والمؤمنون يؤمنون بما أنزل إليك وما أنزل من قبلك. അറിവിൽ അടിയുറച്ചവർ, വിവരമുള്ള ഈമാനുള്ളവരുടെ ലക്ഷണം എന്താ? യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക്, താങ്കൾക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ടത് വിശ്വസിക്കും. നമ്മൾ വിശ്വസിക്കും. ഹദീസ് സ്വഹീഹായാൽ നമ്മൾ വിശ്വസിക്കും. പിന്നെ യുക്തിവാദത്തിന്റെ അളവുകോലുകൊണ്ട് ഹദീസിനെ അളക്കുന്ന പ്രശ്നമില്ല. കാരണം യുക്തിക്ക് പ്രവേശിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനെപ്പറ്റിയിട്ട് കൂടി സംസാരിക്കുന്ന ഇടമാണ് മതം എന്ന ബോധം ആദ്യം നമുക്ക് ഉണ്ടാവണം. ഇനിയോ ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരാ. ഖുർആൻ ഒരു കാര്യം പറഞ്ഞ് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ കപ്പലിൽ യാത്ര ചെയ്യാണ്. ഇത്ര മാത്രം നിങ്ങൾ എടുക്കുക. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു കഥ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു കഥ ആണെന്ന് വിചാരിക്കുക. ഒരു മനുഷ്യൻ കപ്പലിലൂടെ യാത്രയാണ്. അങ്ങനെ അയാൾ യാത്ര ചെയ്യുന്ന കപ്പലിൽ നിന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട് അയാളെടുത്ത് കടലിൽ കിട്ടു. അങ്ങനെ കടലിൽ അയാൾ മുങ്ങി.
കടലിന്റെ അഗാധതയിലേക്ക് പോയി. അയാളെ ഒരു തിമിംഗലം വിഴുങ്ങി. ആ തിമിംഗലം വിഴുങ്ങിയപ്പോ അയാൾ തിമിംഗലത്തിന്റെ വയറിന്റെ അകത്തിരുന്നിട്ട് 3 രാത്രിയും 3 പകലും അയാൾ ഇങ്ങനെ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തിമിംഗലം പുറത്ത് കരയിലേക്ക് വന്ന് കരയിൽ കൊണ്ടുവന്ന് അയാളെ കക്കി. അങ്ങനെ അയാൾ ആ തിമിംഗലത്തിന്റെ വായിന്ന് പുറത്തിയാടി ആ നാട്ടിലേക്ക് തിരിച്ചെത്തി. നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങളിത് വിശ്വസിക്കോ? വിശ്വസിക്കും. എന്തേ? ഇത് വന്നത് ആരുടെയെങ്കിലും നോവലിലല്ല. ഈ കഥ പറഞ്ഞത് ഏതെങ്കിലും മനുഷ്യന്റെ ഭാവനകളിൽ വിരിഞ്ഞ ഫിക്ഷനെ പറ്റിയിട്ടല്ല, മറിച്ച് ആകാശലോകത്ത് നിന്ന് വന്ന വഹിയാണിത്. ആരാണ് ആള്? യൂനുസ് നബിയാണ്. ഖുർആൻ പറഞ്ഞതുകൊണ്ട് മാത്രം വല്ലാഹി ഹാദാ ഹഖ്ഖുൻ, ഇത് ഹക്കാണ്, നമ്മൾ വിശ്വസിച്ചു. നമ്മുടെ മക്കൾ സ്വന്തമാണ് എന്നതിനേക്കാൾ നമ്മൾ വിശ്വസിച്ചു. നമ്മുടെ മക്കൾ നമ്മൾ സ്വന്തമാണ് എന്നതിനേക്കാൾ നമ്മൾ വിശ്വസിച്ചു. ഏത്? ഈ പറഞ്ഞ കഥ. യുക്തിവാദപരമായിട്ട് സമീപിക്കാൻ പറ്റുമോ? പറ്റൂല. യുക്തിവാദപരമായി സമീപിക്കാൻ അല്ലാഹു റസൂൽ നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ മുഅ്മിൻ എന്ന പദത്തിൽ നമ്മൾ വരില്ല. മുഅ്മിൻ എന്ന പദത്തിൽ നമ്മൾ വരില്ല. മുഅ്മിൻ എന്ന പദത്തിൽ വരുന്ന എന്തുകൊണ്ടാണ്? ഇത്തരം കഥ അല്ലാഹ് പറഞ്ഞാൽ വിശ്വസിക്കും. പിന്നെ ലോകത്ത് ആര് പറഞ്ഞെങ്കിലും വിശ്വസിക്കോ? ലോകത്ത് ഏത് ആലിമ് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇത്തരം കഥ ഇല്ല. ലോകത്തെ സകല ഇമാമിങ്ങളും ഇത്തരം കഥ പറഞ്ഞു, വിശ്വസിക്കുമോ? നമ്മൾ വിശ്വസിക്കില്ല. നമ്മൾ അതിനെ തള്ളും. അല്ലാഹ് പറയണം, റസൂല് പറയണം. എന്റെ യുക്തിക്ക്, എന്റെ ബുദ്ധിക്ക്, എന്റെ ശാസ്ത്രീയ ബോധത്തിന്, എന്റെ യുക്തി വിചാരത്തിന് വിരുദ്ധമായ കഥ ഞാൻ വിശ്വസിക്കാം. അല്ലാഹ് പറയണം, റസൂലുള്ള പറയണം, ഞാൻ വിശ്വസിച്ചിരിക്കും. ലാകിൻ അറാസിഖൂന ഫിൽ ഇൽമി മിൻഹും വൽ മുഅ്മിനൂൻ, അറിവിൽ അടിയുറച്ചവരും ഈമാനുള്ളവരും അത് വിശ്വസിച്ചിരിക്കും. യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക്, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് അതിൽ യുക്തി വെച്ച് അളക്കൂല, വിശ്വസിച്ചിരിക്കും. പക്ഷേ അല്ലാഹു റസൂലല്ലാത്ത ആര് പറഞ്ഞാലും അത് സ്വീകാര്യല്ല. ഈ ലോകം മൊത്തം പറഞ്ഞു, ഒരു യുക്തി വിരുദ്ധമായ കാര്യം, ഒരു ബുദ്ധിക്ക് വിരുദ്ധമായ കാര്യം, ശാസ്ത്രീയമായ സത്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യം ഈ ലോകം ഒരുമിച്ച് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കൂല. പക്ഷെ അല്ലാഹ് പറഞ്ഞാൽ, റസൂലുള്ള പറഞ്ഞാൽ നമ്മളുടെ യുക്തിക്ക് വിരുദ്ധമായതൊക്കെ നമ്മൾ വിശ്വസിക്കും. അതാണ് ഈമാൻ. നമ്മൾ മനസ്സിലാക്കിയ അതാണ് ഈമാൻ. ആ ഈമാൻ ഇല്ലാതെ സ്വർഗത്തിൽ പോവൂല. മനസ്സിലായോ? നിങ്ങൾ മുഅ്മിനാകാതെ സ്വർഗത്തിൽ പോവില്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ മുഅ്മിനാവണമെങ്കിൽ ഇതൊക്കെ വിശ്വസിച്ചേ പറ്റും. പക്ഷെ സോഴ്സ് കൃത്യമായിരിക്കണം, അല്ലാഹു റസൂൽ പറഞ്ഞായിരിക്കണം. അല്ലാഹു റസൂലും പറയാത്ത ഇത്തരം കഥ വിശ്വസിച്ചാൽ അവനെയാണ് ഖുറാഫി എന്ന് നമ്മൾ പറയാം. എന്താ ഖുറാഫി എന്ന് പറഞ്ഞാൽ? ഖുറാഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യരുണ്ടായിരുന്നു പണ്ട് അറേബ്യയിൽ. ജാഹിലിയ കാലത്ത് ഖുറാഫ് എന്ന് പറഞ്ഞൊരു മനുഷ്യരുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ അത്ഭുത കഥകൾ പറയും, മുത്തശ്ശി കഥകൾ പറയും. ആ കഥകൾ ഇങ്ങനെ പറഞ്ഞടക്കലാണ് ആളെ പണി. അതിങ്ങനെ ജനങ്ങൾക്ക് കൈമാറി ഖുറാഫി പറഞ്ഞത് കാല ഖുറാഫി എന്ന് പറഞ്ഞ് പിന്നെ ഖുറാഫാത്ത് നായത്. അസലില്ലാത്ത കഥ, തെളിവില്ലാത്ത കഥ. ഈ കഥകൾ അള്ളാഹും റസൂലും പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. തിമിംഗലത്തിന്റെ വയറ്റിൽ 3 ദിവസം ഒരാൾ എങ്ങനെ ജീവിക്കും? സയൻസ് കൊണ്ട് അളന്നാൽ ജീവിക്കോ? യുക്തിബോധം കൊണ്ട് അളന്നാൽ ജീവിക്കോ? എന്റെ യുക്തിവാദപര ചിന്തകൾ കൊണ്ട് അളന്നാൽ ഒരാൾക്ക് 3 ദിവസം അതിന്റെ അകത്ത് ജീവിക്കാൻ പറ്റുമോ? അയാൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടുമോ? ഇനി തിമിംഗലത്തിന്റെ ദഹന പ്രക്രിയയിൽ പെടാതെ അയാളുടെ ശരീരം എങ്ങനെയാണ് അവിടെ ഒരു പ്രശ്നമില്ലാതെ നിന്നത്? ചിന്തിക്കാം. ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്റെ ചിന്ത അബദ്ധമാണെന്ന് പറയണം. എന്റെ ചിന്തയല്ല, അള്ളാഹുവിന്റെ വാക്കാണ് എനിക്ക് വലുത്. എന്തുകൊണ്ട്? ഈ വ്യവസ്ഥക്ക് ആരാ വെച്ചത്? ഈ തിമിംഗലത്തിനെ പടച്ചതാരാ? ആ തിമിംഗലത്തിന്റെ ദഹന സംവിധാനത്തെ പടച്ചതാരാ? അതിന്റെ വയറ്റിലേക്ക് ഒരു വസ്തു എത്തിയാൽ എങ്ങനെ ആ വസ്തു ദഹിക്കും, എത്ര മിനിറ്റ് കൊണ്ട് ദഹിക്കും എന്ന് നിശ്ചയിച്ചതാരാ? അതിന്റെ അകത്ത് ഓക്സിജൻ ഇല്ല, അവിടെ ജീവിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ശ്വസന പ്രക്രിയക്ക് ആവശ്യമായ ഓക്സിജൻ സംവിധാനം അവിടെ ഇല്ല. ഇതൊക്കെ നിശ്ചയിച്ചതാരാ? പടച്ചോൻ. ആ പടച്ചോൻ ആ വ്യവസ്ഥ അങ്ങോട്ട് മാറ്റി. അതുകൊണ്ടാ ഇന്നും നമ്മൾ വിശ്വസിക്കില്ലേ? നമ്മൾ ഈ കൂടിയിരിക്കണ ബുദ്ധിയുള്ള മാന്യന്മാര് നമ്മൾ വിശ്വസിക്കല്ലേ? ഒരു അണ്ടബീജ സങ്കലനില്ലാതെ ഒരു പെണ്ണ് ഗർഭിണിയായിട്ടുണ്ട്.
പുരുഷ ബീജം ചേരാതെ, പുരുഷ ബീജം പേറാതെ ഒരു അണ്ഡം, അർദ്ധകോശം, സയൻസ് എന്താ പഠിപ്പിക്കുന്നത്? അണ്ഡമെന്ന അർദ്ധകോശം, ബീജം, ഈ രണ്ടർദ്ധകോശം ചേരുമ്പോഴാണ് ഒരു പെണ്ണ് ഗർഭിണിയാവുള്ളൂ. അതിന്റെ വയറ്റിൽ പിന്നെ സിക്താണ്ഡം രൂപപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ അണ്ഡവും ബീജവും സങ്കലനം വേണം, ഈ രണ്ടർദ്ധകോശങ്ങൾ. എന്നിട്ടൊരു ഏകകോശമായിട്ട് മാറാണ് അല്ലെ, എന്നിട്ട് ഗർഭപാത്രത്തിൽ അത് വളരാണ്. ഇതല്ലേ സയൻസ്? ഇതല്ലേ സയൻസ്? നിങ്ങൾ ആലോചിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നു ലോകത്ത് ഒരു പെണ്ണ് പുരുഷ സ്പർശനമില്ലാതെ, ബീജമില്ലാതെ അണ്ഡത്തിൽ നിന്ന്, അണ്ഡം മാത്രമുള്ളൂ, ആ അണ്ഡത്തിൽ നിന്ന് കുട്ടിയെ ഉണ്ടായി. എന്നിട്ടോ ആ കുട്ടിയെ ഗർഭം ധരിച്ചു. സാധാരണ അണ്ഡബീജ സങ്കലനത്തിലൂടെ സിക്താണ്ഡമായി, ആ സിക്താണ്ഡം വളർന്ന് അതിന് പിന്നെ കൈയും കാലും എല്ലും ഒക്കെ മുളച്ച് സാധാരണ കുഞ്ഞായി ഭൂമിയിൽ പ്രസവിച്ചു വീഴുന്നത് പോലെ പ്രസവിച്ചു വീണു. എന്നിട്ട് ആളുകൾ വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ്? ആ കുട്ടിയിലേക്ക് ചൂണ്ടി. ഭർത്താവില്ല, പിന്നെ കുട്ടി വന്നല്ലോ. അപ്പൊ സ്വാഭാവികമായും ആ പെണ്ണിന്റെ ചാരിത്രത്തെ സംശയിക്കണം. യുക്തി ഉണ്ടെങ്കിൽ സംശയിക്കണം, മനസ്സിലായോ? ബുദ്ധിയുള്ളവൻ സംശയിക്കണം. നമ്മുടെ വീടിന്റെ അടുത്തൊരു പെണ്ണുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. അവൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഗർഭിണിയായി. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? അവിഹിതം നടന്നിട്ടുണ്ട് വിചാരിക്കണം. കാരണം എന്താ? അതാണ് യുക്തി, അതാണ് ബുദ്ധി. പക്ഷേ മറിയമിന്റെ കാര്യത്തിൽ അത് വിചാരിക്കാൻ പാടില്ല. യുക്തി മാറ്റിവെച്ചോളണം, ബുദ്ധി മാറ്റിവെച്ചോളണം, സയൻസ് മാറ്റിവെച്ചോളണം, പ്രാപഞ്ചിക സംവിധാനം മാറ്റിവെച്ചോളണം, പദാർത്ഥ ലോകത്തിന്റെ നിയമങ്ങൾ മാറ്റിവെച്ചോളണം. ഇതെല്ലാം പടച്ച റബ്ബ് പറഞ്ഞിരിക്കുന്നു. മറിയം അങ്ങനെയാണ്. ആ മറിയം പ്രസവിച്ച കുഞ്ഞ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. സയൻസ് കൊണ്ടുവന്ന് അളന്നാൽ, അതിന്റെ യാർഡ് സ്റ്റിക്ക് കൊണ്ട് അളന്നാൽ ഖുർആൻ സ്വീകരിക്കാൻ പറ്റുമോ? ആ യാർഡ് സ്റ്റിക്ക് തൽക്കാലം മാറ്റിവെച്ചോളാം. അതിനൊന്നും ഇടപെടാൻ പറ്റാത്ത ലോകത്തെ പറ്റിയിട്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്, ഹദീസുകൾ സംസാരിക്കുന്നത്. അതിനൊന്നും ഇടപെടാൻ പറ്റില്ല. ആ ഇടപെടാൻ പറ്റാത്ത വിഷയങ്ങളെ പറ്റി അത് സംസാരിക്കുന്നു. നമ്മൾ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ലാകിനിർ റാസിഖൂന ഫിൽ ഇൽമി മിൻഹും വൽ മുഅ്മിനൂൻ, അറിവിൽ അടിയുറച്ചവർ. അർ-റാസിഖൂന ഫിൽ ഇൽമി എന്നാണ് പ്രയോഗിച്ചത്. നല്ല ബുദ്ധിയുള്ള എന്നാ പറഞ്ഞത്, നല്ല വിവരമുള്ള അറിവുള്ള ആലിം. ആ ആലിം വിശ്വസിക്കുന്ന ഖുർആൻ പറഞ്ഞു. ഒരു ബീജില്ലാതെ ഒരു പെണ്ണിന്റെ വയറ്റിൽ കുട്ടിയുണ്ടായി, പുരുഷ സ്പർശനമില്ലാതെ കുട്ടിയുണ്ടായി എന്ന് ആര് വിശ്വസിക്കും? അർ-റാസിഖൂന ഫിൽ ഇൽമി മിൻഹും വൽ മുഅ്മിനീൻ, ഈമാനുള്ള, നിങ്ങളിൽ നിന്നുള്ള അറിവിൽ അടിയുറച്ച മഹാബുദ്ധിശാലികളായ മഹാപണ്ഡിതന്മാരായ ആളുകൾ വിശ്വസിക്കും. ഖുർആന്റെ പ്രയോഗം, അവർ വിശ്വസിക്കും. ഏത് വിശ്വസിക്കും? അല്ലാഹ് പറഞ്ഞ കഥ. പക്ഷെ അല്ലാഹ് പറയാവൂ കഥ, റസൂലേ പറയാവൂ കഥ, വഹീലൂടെ കഥ കേൾക്കാവൂ. അതിന്റെ അപ്പുറത്തെ കഥകൾ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾ ചേർന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അഇമ്മത്തുൽ അർബഅ പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തെ മുഴുവൻ ഇമാമിയങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തെ മുഴുവൻ സലഫുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ പറയാവൂ? അല്ലാഹു റസൂൽ ഇത്തരം കഥ പറഞ്ഞാൽ ഈമാനോടെ സ്വീകരിക്കും, അത് ഉൾക്കൊള്ളും, അത് കൊണ്ട് നടക്കും. അതാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഈമാൻ ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവും റസൂലും പറഞ്ഞു എന്നറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ, എല്ലാം മാറ്റിവെച്ച് സമ്പൂർണമായി വിശ്വസിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യാനുള്ള ഹൃദയ വിശാലത അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന അൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത്
അള്ളാഹുവും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ അവതരിപ്പിക്കപ്പെട്ടത് ആകാശലോകത്ത് നിന്ന് വഹയ്യായി മാനവികതയ്ക്ക് അള്ളാഹ് അവതരിപ്പിച്ച കാര്യങ്ങൾ കേൾക്കുന്ന മനുഷ്യർ രണ്ട് രൂപത്തിൽ തിരിയും. ഒരു വിഭാഗം അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും. അല്ലെങ്കിൽ അതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഞങ്ങളുടെ നിലപാട് വേറെയാണ്, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരൂ എന്ന വിളി, അതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നിലപാടുകൾ വേറെയുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നൊരു വിഭാഗം വരും. എന്നാൽ മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവരത് കേൾക്കുക വേണ്ടു, അവർ വിശ്വസിക്കും, അവരത് ഉൾക്കൊള്ളും. അള്ളാഹുവും റസൂലും പറയണമെന്ന നിബന്ധന മാത്രമേ അവർക്കുള്ളൂ. അള്ളാഹുവും റസൂൽ അല്ലാത്തവർ പറഞ്ഞാൽ ഇത്തരം കഥയെടുത്താൽ അതിനെയാണ് നമ്മൾ ഖുറാഫാത്ത് എന്ന് പറയാം. അതാണ് അന്ധവിശ്വാസം എന്ന് പറയാം. ഇപ്പൊ നമ്മളെ സമൂഹത്തിന്റെ ഇടയിൽ അന്ധവിശ്വാസം തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ കൃത്യമായി പഠിച്ചോളാം. കാരണം എന്താ? സൊസൈറ്റിന്റെ പോക്ക് എടുക്കുക. ഒരു കാര്യം അന്ധവിശ്വാസമാണ്, വിഡ്ഢിത്തം. അന്ധവിശ്വാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ശരിയല്ലാത്ത, വെറും ഇരുട്ടിൽ നിന്ന് ഒരു യുക്തിവിചാരവും ഇല്ലാത്ത, മനുഷ്യ ജീവിതത്തെ ബാധിക്കാത്ത, മനുഷ്യ സമൂഹത്തെ നേർക്കുനേരെ സ്പർശിക്കാത്ത വെറും കള്ളക്കഥ, കള്ളവിശ്വാസം. ഇതാണല്ലോ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയാം, അല്ലെ? അന്ധവിശ്വാസം എന്ന് പറയാം. ആലോചിച്ചു, അന്ധവിശ്വാസം ആരാ തീരുമാനിക്കേണ്ടത്? സൊസൈറ്റിയാണോ ഇത് തീരുമാനിക്കേണ്ടത്? ശരി, സൊസൈറ്റിക്ക് കൊടുക്കൂ. കഥകളെല്ലാം എടുക്കുക. വേദഗ്രന്ഥങ്ങളിലെ ഇപ്പൊ ഹദീസുമാണുള്ള ആൾക്കാർക്ക് കാര്യമായിട്ട് പിടുത്തം. ഹദീസ് പറഞ്ഞാൽ പിന്നെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ കൺഫ്യൂഷനാണ്. ഹദീസിലൊരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ഒട്ടകം സംസാരിച്ചു. ഇനി എന്തൊക്കെ കേൾക്കണം ഹദീസുകളിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅല ഇബ്നു മുറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, അള്ളാഹിന്റെ റസൂലിന്റെ ഒപ്പം ഞാൻ യാത്ര ചെയ്തപ്പോ 3 അത്ഭുതങ്ങൾ കണ്ടു. ഞാൻ 3 അത്ഭുതം കൂടി പറയുന്നില്ല, ഒരു അത്ഭുതം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒട്ടകം കരഞ്ഞ സംഭവം അതിലൊന്നാണ്. രണ്ടാമത്തെ എന്താ? അള്ളാഹിന്റെ റസൂലിന് വിസർജിക്കേണ്ട ആവശ്യം വന്നു. വന്നപ്പോൾ യഅല ഇബ്നു മുറനോട് പറഞ്ഞു, പിന്നെ ആ 2 അകലങ്ങളിൽ നിൽക്കുന്ന മരങ്ങളോട് ഇങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ പറയും, എനിക്ക് വിസർജിക്കണം, മറക്ക് വേണ്ടി. അദ്ദേഹം പോയിട്ട് ആ മരങ്ങളോട് അദ്ദേഹം ഞെട്ടി. പക്ഷെ റസൂലുള്ളാഹ്ണല്ലോ പറയുന്നത്. നമ്മളെപ്പോലെ സയൻസിന്റെ താളെടുക്കൂലല്ലോ. നമ്മളെപ്പോലെ പ്രാപഞ്ചിക സംവിധാനത്തിന്റെ തിയറി എടുത്ത് മറിക്കൂലല്ലോ. റസൂലുള്ളാഹ്ണ് പറയുന്നത്. നേരെ ചെന്നു 2 മരങ്ങളോട് ചേർന്ന് നിൽക്കുക. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചേർന്ന് നിൽക്കൂ, മറയുണ്ടാക്കൂ. അദ്ദേഹം പറയാണ്, 2 മരങ്ങളും നടന്നു വന്ന് അവ ചേർന്ന് നിന്ന് റസൂലുള്ള വിസർജിച്ചു. അതിനുശേഷം അവ തിരിച്ചുപോയി. യുക്തിവാദത്തിന്റെ അളവുകോല് വെച്ചിട്ട് ഇത് അളക്കാൻ പറ്റുമോ? ഇത് അന്ധവിശ്വാസമാണോ സ്വഹീഹായ വിശ്വാസമാണോ? നമ്മൾ തീരുമാനിക്കുക. അന്ധവിശ്വാസവും സ്വഹീഹായ വിശ്വാസവും ആരാ തീരുമാനിക്കേണ്ടത്? സൊസൈറ്റിയാണോ? സൊസൈറ്റിക്ക് കൊടുത്താൽ ഈ കഥ എങ്ങനെ ഉണ്ടാവും? വേണ്ട, ഞാൻ വേറെ കഥ പറഞ്ഞുതരാം. സൊസൈറ്റി അളന്നാൽ ആ കഥ എങ്ങനെ ഉണ്ടാവും? നോക്കൊരു മനുഷ്യൻ ഒരു പക്ഷിയെ കൊല്ലുന്നു, 4 കഷ്ണമാക്കി മുറിക്കുന്നു, 4 മലകളിൽ കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ആ മനുഷ്യൻ കൈകൊട്ടുന്നു, പക്ഷി 4 കഷ്ണങ്ങളും ചേർന്ന് പറന്ന് തിരിച്ചു വരുന്നു. അന്ധവിശ്വാസമാണോ അല്ലേ? നമ്മൾ എവിടെ തീരുമാനിക്കും? നമ്മൾ സൊസൈറ്റി തീരുമാനിച്ചാൽ ഇത് അന്ധവിശ്വാസമാണ്. സൊസൈറ്റി പറഞ്ഞാൽ ഇത് അന്ധവിശ്വാസമാണ്. ഒരു വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കുന്നു. ആ തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക് ആളുകൾക്ക് വിറകിട്ട് കൊടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ തീ തള്ളാണ് ആളുകളെ. എന്നിട്ട് അതിലേക്ക് ഒരു മനുഷ്യനെ കവണയിൽ ചേർത്ത്, കവണ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നേരെ കൊണ്ടിടാൻ പറ്റൂല, അത്ര ചൂടാണ്, അത്ര വലിയ തീ കൊണ്ടുവരാൻ. അതിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിയുന്നു, അയാൾ ആ തീയിൽ വന്ന് വീഴുന്നു. ആ തീ തണുപ്പും സമാധാനമാകുന്നു, സുഖമായിട്ട് അവിടെ ഇരിക്കുന്നു. ആരളക്കും ഈ കഥ? സൊസൈറ്റി അളക്കോ? ഇതിന്റെ സത്യമളക്കാൻ സയൻസിന് പറ്റുമോ? ഇതിന്റെ സത്യമളക്കാൻ ഈ നാട്ടിലെ ഫെമിനിസ്റ്റുകൾക്ക് സാധിക്കുമോ? ഈ നാട്ടിലെ ലിബറലിസ്റ്റുകൾക്ക് സാധിക്കുമോ? ഈ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾക്ക് സാധിക്കും? അവർക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ചവിട്ടനും മടക്കനും ഒതുക്കണമൊക്കെ ദീനെ. അവർ ഈ കഥ കേട്ടാൽ എന്താ പറയാ? നമ്മൾ പറയണം, സമിഅനാ വഅതഅനാ,
ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു. ഇതിനേക്കാൾ വലിയ സത്യമില്ല പറയാൻ പറ്റാം. അതാണ് ഈമാൻ. അതാണ് പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞത്. എന്താ? അറാസിഖൂന ഫിൽ ഇൽമ. നമ്മളെ ധാരണ ഇതൊക്കെ വിവരം കെട്ടവന്റെ വിശ്വാസമാണ്. അല്ല, അറാസിഖൂന ഫിൽ ഇൽമ, അറിവ് മഹാസൗധം പണിതവർ. റാസിഖൂന ഫിൽ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? അറിവിൽ ഇങ്ങനെ കെട്ടിപ്പടുത്ത് വലിയ ഇൽമ നേടിയ മഹാപണ്ഡിതന്മാർ, മഹാബുദ്ധിജീവികൾ, അവർ വിശ്വസിക്കും. ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ, ബുദ്ധിജീവികൾ, അവർ വിശ്വസിക്കും. ഏത് കഥ? ഈ മരം നടന്നു വന്ന യഅ്ലബിന് മുറ പറഞ്ഞ ആ കഥ അവർ വിശ്വസിക്കും. അവർ വിശ്വസിക്കും. തീ കുണ്ടാരത്തിൽ തണുത്ത് സമാധാനമേകി ഒരു മനുഷ്യനിരുന്നു. അവർ വിശ്വസിക്കും. ഒരു പക്ഷിയെ 4 കഷ്ണമാക്കി 4 മലകളിൽ കൊണ്ടുവച്ച് കൈകൊട്ടിയപ്പോ ആ പക്ഷി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറന്നു വന്നു എന്ന് അവർ വിശ്വസിക്കും. അറാസിഖൂന ഫിൽ ഇൽമ മിൻഹും, നിങ്ങളിൽ നിന്നുള്ള മുഅ്മിനീങ്ങളായിട്ടുള്ള അറാസിഖൂന ഫിൽ ഇൽമ, ബുദ്ധിജീവികൾ വിശ്വസിക്കും. അല്ലാഹു പറയാ. അതുകൊണ്ട് ഈ ട്രെൻഡ് നമ്മൾ ഇവിടെ ഒതുക്കിയേക്കണം. കഥ പറയേണ്ടത് അള്ളാഹു റസൂലാണ്, നാട്ടിലെ സയന്റിസ്റ്റ് അല്ല. കാരണം അവനക്ക് ആകപ്പാടെ പറയാൻ അറിയുന്നത് ഈ പ്രപഞ്ചത്തിലെ, ദൃശ്യപ്രപഞ്ചത്തിലെ ഈ പദാർത്ഥ ലോകത്തെ പറ്റിയിട്ട് മാത്രം അവന് സംസാരിക്കാൻ പറ്റൂ. ഈ പദാർത്ഥ ലോകത്തെ ക്രമീകരിച്ചതിന്റെ രഹസ്യങ്ങളിലേക്ക് അവനക്ക് പോകാൻ പറ്റില്ല. ഈ മാറ്ററിന്റെ പുറത്തുള്ള മാറ്ററിനെ പറ്റി അവൻ അറിയില്ല. ഈ സമയത്തിന്റെ അപ്പുറമുള്ള സമയത്തിന്റെ ഡൈമെൻഷനെ പറ്റി അവൻ അറിയില്ല. അവൻ പഠിച്ചുകൊണ്ടിരിക്കുക പിച്ച വെച്ചിട്ടുള്ളൂ. അവനല്ല കഥകൾ പറഞ്ഞു തരേണ്ടത്. അള്ളാഹു റസൂലും, അള്ളാഹു റസൂലും. ഇങ്ങനെയാണ് വിശ്വാസിന്റെ ഒരു പ്രത്യേകത. അതാണ് അള്ളാഹു റസൂലും പറഞ്ഞ കഥ ഏത് സയൻസിനെതിരായാലും, ഏത് യുക്തി വിചാരത്തിനെതിരായാലും, ഏത് ബുദ്ധിക്കെതിരായാലും അത് അപ്പടി ഈമാനായി നെഞ്ചിൽ വെക്കും. അവൻ നെഞ്ചിൽ വെക്കും. പക്ഷേ അള്ളാഹുവും റസൂലും പറയാത്ത ഒരു കഥ ലോകം മൊത്തം പറഞ്ഞാലും വിശ്വാസി പുറത്തു നിന്ന് പറയും, ഇത് അന്ധവിശ്വാസമാണ്, ഇത് കളവാണ്, ഇത് ബുദ്ധിരഹിതമാണ് എന്ന് വിളിച്ചറിയും. ഇതാണ് നമ്മളെ പ്രത്യേകത. നമ്മളെ പ്രത്യേകത തീരുമാനിക്കേണ്ടത് അള്ളാഹു റസൂലാണ്. അന്ധവിശ്വാസവും വിശ്വാസവും തീരുമാനിക്കേണ്ടത് അള്ളാഹു റസൂലാണ്. അള്ളാഹു റസൂലും പറഞ്ഞതെല്ലാം ഈമാൻ, അള്ളാഹു റസൂലും പറയാത്ത എല്ലാ അത്ഭുത കഥകളും അന്ധവിശ്വാസം. ഇതാണ് നമ്മുടെ നിലപാട്. ഇങ്ങനെ ജീവിക്കണം. അതുകൊണ്ട് സൊസൈറ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചിണുങ്ങണ്ട. ഇപ്പൊ പുതിയ കാലത്തെ കുട്ടികളുടെ പ്രശ്നം എന്താ? ആളുകൾ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ കഥകൾ തള്ളി ഹദീസിൽ വരുന്ന കഥകൾ തള്ളി, അല്ലേ? അതുപോലെ പല കാര്യങ്ങൾ കണ്ണേറിനെ പറ്റി സംസാരിക്കുമ്പോൾ തള്ളി. അതൊക്കെ ഇങ്ങനെ പുറത്ത് പറയാൻ പറ്റും? നാണക്കേടാണ്. ഇങ്ങനെ നാണം കെട്ട് തള്ളാൻ നിൽക്കുകയാണെങ്കിൽ തള്ളി ഖുർആനും തള്ളേണ്ട വരും. ഞാൻ പറയട്ടെ, ഹദീസിനേക്കാൾ യുക്തിവിരുദ്ധമായ കഥയാണ് ഈ മുസ്ഹഫിലുള്ളത്. ഈ മുസ്ഹഫ് മറിച്ച് നോക്കിയാൽ ഓരോ പേജിലും കാണാം ശാസ്ത്രവിരുദ്ധമായ. ഏത് വിരുദ്ധം? ശാസ്ത്രത്തിന് സംസാരിക്കാൻ പറ്റാത്ത ലോകത്തിന് പറ്റിയിട്ട് ഇത് ചർച്ച ചെയ്തിട്ടുള്ളൂ. യുക്തിവിരുദ്ധമായ കഥകൾ ഓരോ പേജിലും കാണാം. തള്ളുവോ? ആണ് ഞാൻ പറഞ്ഞത്. എന്താണ് എന്റെ യുക്തി എന്നത് ആദ്യം ഒരു ഉറപ്പ് വരുത്തണം. എന്റെ യുക്തി എന്ന് പറഞ്ഞാൽ മഹാപ്രപഞ്ച സംവിധാനം, ആ പ്രപഞ്ച സംവിധാനത്തിലെ വ്യത്യസ്ത പ്രപഞ്ചങ്ങൾ, ആ വ്യത്യസ്ത പ്രപഞ്ചത്തിലെ ആലമു ഷഹാദ എന്ന് പറയുന്ന ഒരു പ്രപഞ്ചം, ആ ആലമു ഷഹാദ എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ 20% വരാത്ത ഒരു ലോകം, ആ ലോകത്തിലെ അനേക കോടി ഗാലക്സികൾ, അതിൽ പല ഗാലക്സികൾ എനിക്ക് തിരിഞ്ഞിട്ടില്ല. എന്റെ പിന്നെ വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ അതിനെപ്പറ്റിയിട്ട് ചർച്ച നടന്നിട്ടില്ല. അങ്ങനെ ഒന്നും ഉണ്ടോ എന്നറിയില്ല. ഇപ്പോഴാണ് ഞാൻ കോടി ഗാലക്സികൾ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി ഗഹനമായി പറയാനോ പഠിക്കാനോ പറ്റാത്ത ഒരു അഡ്രസ്സുള്ള ഞാൻ, ആലമുൽ ഗൈബിനെ പറ്റി അല്ല പറഞ്ഞതും പ്രപഞ്ചത്തിന് അതീതമായ, ആലമു ഷഹാദയും ആലമുൽ ഗൈബിനും അതീതമായ കാര്യങ്ങൾ അല്ല പറഞ്ഞതൊക്കെ അളക്കാൻ എൻ്റെ ഈ പീക്കിരി തലച്ചോറേറ്റ് വരുന്ന പണിയാണ് ഏറ്റവും നാണം കെട്ട പണി എന്ന് സ്വയം വിചാരിക്കണം. കിബ്ർ ഉണ്ടാവരുത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവർ, ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെ ആയിരിക്കണം നമ്മൾ. റബ്ബ് സുബ്ഹാനഹു തആല ആ രൂപത്തിൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഇത്തരം വിശ്വാസത്തിന് ശേഷം എന്തൊക്കെ നിലപാട് നമ്മൾ സ്വീകരിക്കണമെന്നത് അടുത്ത
ഖുതുബകളിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വരുന്ന 28-ാം തീയതി ശനിയാഴ്ച നാളെ വൈകിട്ട് 4 മണിക്ക് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റേഷന് സമീപം നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം അക്ബർ സാഹിബും മുസ്തഫ തൻവീറും പങ്കെടുക്കുന്ന ഒരു സ്നേഹസംവാദം നടക്കുകയാണ്. ഇസ്ലാം അജയ്യം അന്യൂനം എന്ന പേരിലാണ്. നമ്മൾക്ക് സംശയം ഉണ്ടാവൂല, ഇനി അവർ വന്ന് ഇതിൻ്റെ വിജ്ഞാനം നമുക്ക് പകർന്നു തരണമെന്നൊന്നുമില്ല നമ്മൾക്ക് ഈമാൻ ഉണ്ടാവാൻ. പക്ഷെ നമുക്കറിയാം, നമ്മളെ സൊസൈറ്റിയിൽ ഈ ഉമ്മത്തിൽ തന്നെ പല ആളുകളും അക്കാശക്കയിൽ നിൽക്കുകയാണ്. അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ തലച്ചോറിലിട്ടിട്ട്, അവൻ്റെ സയൻസിൻ്റെ പാഠപുസ്തകങ്ങളുടെ അതിൻ്റെ ഫോർമാറ്റിലിട്ടിട്ട് അവനിങ്ങനെ അളന്നു നോക്കുകയാണ്. അവൻ്റെ ഫോർമുലകൾ കൊണ്ട് അവൻ ഗണിച്ചും ഗുണിച്ചും ഹരിച്ചും നോക്കുകയാണ്. ഏത് ആലമുൽ ഗൈബും ആലമുൽ ഗൈബിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഈ ആലമു ഷഹാദൻ്റെ 5% പോലും തിരിഞ്ഞിട്ടില്ലാത്ത ഇവൻ അളക്കുകയാണ് അവൻ്റെ സയൻസും കൊണ്ട്. അത്തരം ആളുകളെ നമ്മൾ കൊണ്ടുപോകണം, അവർക്കിത് കേൾപ്പിക്കണം, അവരോട് സംശയങ്ങൾ ചോദിക്കാൻ പറയണം. അവരാദ്യം അറിയേണ്ടത് ഞാനൊരു വിവരം കെട്ടവനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ വിവരം അന്വേഷിച്ചോളൂ. ഞാൻ മഹാവിവരമുള്ളവനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഖുർആൻ സുന്നത്തിന്റെ കഥകൾ തരാൻ നടക്കുന്നത്. അപ്പൊ പിന്നെ അവനക്ക് തിരിയൂല. വിനയം ആദ്യം ഉണ്ടാകണം, അറിവില്ല എന്ന ബോധമുണ്ടാകണം. അതിൻ്റെ അടിത്തറയിൽ നിന്ന് വേണം ഇതൊക്കെ അന്വേഷിക്കാൻ. അതിന് ഈ പ്രോഗ്രാം സഹായപ്പെടും. നിങ്ങളെല്ലാം നിങ്ങളുടെ ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ, സംശയങ്ങൾ പോരുന്ന ആളുകൾ, ഇസ്ലാമിനെ പറ്റി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അവിടേക്ക് എത്തിക്കുകയും അവരുടെ സംശയങ്ങൾ നേർക്ക് നേരെ ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം. അത്തരം വേദികളിൽ പങ്കെടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, എനിക്കൊന്നും ഒരു വിവരമില്ല, പഠിക്കാൻ ഇനിയുണ്ട്, കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇനിയുണ്ട് എന്ന ബോധ്യം അവർക്ക് ഉണ്ടാവുകയും നന്നാവാൻ അത് ഉപകാരപ്പെടുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈമാൻ കാര്യങ്ങളെപ്പോലും പരിഹസിക്കുന്ന, അതിലെ അശാസ്ത്രീയത തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിക്കോ, അശാസ്ത്രീയവും ശാസ്ത്രീയം എന്നൊക്കെ പറയുന്ന മാനദണ്ഡങ്ങൾ നമ്മുടെ ലോകത്തെ, നമ്മുടെ ജീവിതത്തിലെ ഒരു തുച്ഛമായ ഏരിയയിൽ മാത്രമുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിനെ കൊണ്ടുവരാൻ പറ്റില്ല. അത്തരം ഈ പറഞ്ഞ അരിപ്പകൾ, ആ അരിപ്പകൾ കൊണ്ട് കാര്യങ്ങൾ അരിച്ചെടുക്കാൻ ഖുർആനിലേക്ക് സുന്നത്തിൽക്കും വരണ്ട. ഖുർആനും സുന്നത്തും കൊണ്ട് ബാക്കിയുള്ളതിനെ അരിച്ചെടുക്കാൻ നിന്നാൽ മതി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവും റസൂലും എന്തു പറഞ്ഞു അത് അപ്പടി സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയും വിജ്ഞാനവും ഈമാനും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വഹീനെ അങ്ങേയറ്റം ആദരിച്ച് സ്വീകരിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈമാനിൽ നിറച്ചു വെക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം എത്ര പരിഹസിച്ചാലും അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങളോടൊപ്പം നിൽക്കാൻ അള്ളാഹു നമുക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. ലോകം എത്ര പരിഹസിച്ചാലും അള്ളാഹുവും റസൂലും പറഞ്ഞതാണ് സത്യമെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആസ്വദിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച നമ്മുടെ പല സഹോദരങ്ങളും അവർ മരണപ്പെട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബറുകൾ വിശാലമാക്കുമാറാകട്ടെ, അവരുടെ ഖബറുകൾ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ, അവരുടെ ഖബറുകൾ സ്വർഗ്ഗപൂങ്കാവനമാക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല സകല ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവരായി ജീവിക്കാൻ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും, മാറാരോഗങ്ങളിൽ നിന്നും, ദുർവിധികളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മളെ
കുടുംബങ്ങളെയും നമ്മുടെ സമൂഹങ്ങളെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അവനെ അപാരമായി സ്നേഹിക്കുന്ന, അവനെ അപാരമായി ഭയപ്പെടുന്ന, അവനെ അപാരമായി സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന നമ്മുടെ സന്താന പരമ്പരകളെ മുഴുവൻ അള്ളാഹു ഈമാനുള്ളവരാക്കുമാറാകട്ടെ, ഇഖ്ലാസ് ഉള്ളവരാക്കുമാറാകട്ടെ, ഇത്തിബാ ഉള്ളവരാക്കുമാറാകട്ടെ, ഇൽമുള്ളവരാക്കുമാറാകട്ടെ. ആ പരമ്പരകൾ മുഴുവൻ നമ്മുടെ ഖബറുകളിലേക്ക് നമുക്ക് വെളിച്ചം പകർന്നവരാകാൻ അള്ളാഹു അവർക്ക് നിമിത്തം കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച്, അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ മരിച്ച്, അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.